ഇന്ന് ഒരു 2 സ്ഥലങ്ങളാണ് ഞങ്ങൾ ഈവനിങ് ട്രിപ്പിൽ ലക്ഷ്യമാക്കുന്നത്. ഒന്ന് ഒരു ജൈന ടെമ്പിൾ, 2 മദ്രാസിൽ ഒരു കോവളം ബീച്ചുണ്ടെന്ന് എത്ര ആൾക്കറിയാം. അവിടെയൊന്ന് നമുക്ക് സന്ദർശിക്കാം. ഞാനും ഭാര്യയും മകളും മരുമകനുമാണ് ഈ ട്രിപ്പിൽ ഇപ്പോൾ ഉള്ളത്. ഇതാണ് ശ്രീ മുനീശ്വര സ്വാമി ജെയിൻ നവഗ്രഹ ടെമ്പിൾ, ചെന്നൈ. 20ാമത്തെ തീർത്ഥങ്കരനായ ശ്രീ മുനീശ്വര സ്വാമിയുടെ ഓർമ്മയ്ക്കായിട്ടുള്ളതാണ് ഈ ടെമ്പിൾ. കവാടത്തിൽ തന്നെ സന്ദർശകരെ സ്വീകരിക്കാനായി 2 ഐരാവത ആനകളാണ് ഉള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശില്പം അവിടെ ഉണ്ട്. അത് ആരുടേതാണെന്ന് എനിക്ക് അറിയില്ല. സന്ദർശകരെ സ്വീകരിക്കാൻ ഇരിക്കുന്ന വണ്ണമാണ് എനിക്ക് അതിന് തോന്നിയിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ അത്ഭുതമുള്ളതാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അത് കാണേണ്ടത് തന്നെയാണ്. പണി കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പണി കഴിഞ്ഞാൽ ഇത് അത്ഭുതമുള്ള ഒരു കൺസ്ട്രക്ഷനായി മാറും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ ചുറ്റും പല മൃഗങ്ങളുടെയും ശില്പങ്ങളുണ്ട്. ആന, സിംഹം, പുലി, കണ്ടാമൃഗം, മയിൽ, താറാവ് എന്നുവേണ്ട എല്ലാ മൃഗങ്ങളുടെയും മനുഷ്യൻ്റെ തന്നെ ശില്പങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ക്ഷേത്രം ചെന്നൈയുടെ പൊൻകിരീടത്തിൽ ഒരു പൊൻതൂവലായി മാറും എന്നുള്ളതിൽ സംശയമില്ല. ഈ ശില്പങ്ങളെല്ലാം ഉണ്ടാക്കി ഉള്ളതേ ഉള്ളൂ. ഇനി അതിൻ്റെ ഫൈനൽ ടച്ചിങ് എല്ലാം നടന്നു കഴിഞ്ഞാൽ അതിമനോഹരമായിരിക്കും. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് വിസിറ്റേഴ്സൊന്നും ഇപ്പോഴില്ല. അമ്പലത്തിനുള്ളിലെ കാഴ്ചകളെല്ലാം അതിമനോഹരമാണ്. എല്ലാ തീർത്ഥങ്കരന്മാരുടെയും ഓരോ അറകൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ക്യാമറ അനുവദനീയമല്ലാത്തതിനാൽ എനിക്കത് കാണിക്കാൻ കഴിഞ്ഞില്ല. ഓരോ അറകളും ഓരോ തീർത്ഥങ്കരൻ്റെ വലിയ വലിയ സ്റ്റോറികൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പുസ്തകത്തിന് സമാനമാണ് എന്നുള്ളതാണ് അത്ഭുതം. ഇതുവരെയുള്ള ജൈന തീർത്ഥങ്കരന്മാരുടെ വലിയ ഒരു ലിസ്റ്റ് അവിടെ ഒരു ശില്പത്തിൽ അനാച്ഛാദനം ചെയ്തിട്ടുണ്ട്. നിന്ന് വായിച്ച് അത് കാണിക്കാനുള്ള സമയമില്ലാത്തതിനാൽ ഞാൻ വെറുതെ ഒന്ന് കാണിച്ച് കടന്നു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ജൈന ടെമ്പിളിനോട് ഇവിടെ വാങ്ങി ഇനി ഞങ്ങൾ കോവളം ബീച്ചിലേക്കുള്ള യാത്രയിലാണ്. വളരെ വാസ്റ്റായ ഒരു ബീച്ചാണ് ഈ ബ്ലൂ ഫ്ലാഗ് ബീച്ച് അഥവാ കോവളം ബീച്ച്. ഇത് ചെന്നൈയിൽ നിന്നും 40 കിലോമീറ്റർ അകലെയാണ് ഈ കോവളം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു ഇക്കോ ഫ്രണ്ട്ലി ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ധാരാളം വിസിറ്റേഴ്സിന് ഈ ബീച്ച് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതൊരു ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സ് അത്ര ഇല്ല എന്ന് തന്നെ പറയാം. ബ്ലൂ ഫ്ലാഗ് ബീച്ച് എന്ന് ഈ ബീച്ചിന് പറയാൻ കാരണം ഹൈജീനിക്ക്, ക്ലീൻനെസ്, സീറോ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നിവയെ അടിസ്ഥാനമാക്കി 2021 ഡെൻമാർക്കിൽ നിന്നുള്ള എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ എന്ന ഒരു ഫൗണ്ടേഷൻ കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. അതുകൊണ്ടാണ് ഈ ബീച്ചിനെ ബ്ലൂ ഫ്ലാഗ് ബീച്ച് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ തന്നെ 10 നല്ല ബീച്ചുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ബീച്ചാണ് ഈ ബ്ലൂ ഫ്ലാഗ് ബീച്ച് അഥവാ കോവളം ബീച്ച്, ചെന്നൈ. എൻ്റെ മകളും മരുമകനും ഒരു ഫോട്ടോഷൂട്ട് തന്നെ നടത്തി.
വളരെ ഭംഗിയുള്ള ഒരു വാസ്റ്റായ മണൽത്തിട്ട. ഇത് കാണുമ്പോൾ നമുക്ക് കളിക്കാനും എക്സസൈസ് ചെയ്യാനും നടക്കാനും ഒക്കെ തോന്നും. മാത്രമല്ല ഏകാന്തമായിരുന്ന് ചിന്തിക്കുവാനും നല്ല സ്ഥലമാണ്. ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും മറന്ന് ഇങ്ങനെ ഇരുന്ന് കാറ്റ് കൊള്ളുവാൻ എന്ത് സുഖം. കടൽ എപ്പോഴും മനുഷ്യന് അത്ഭുതം തരുന്ന ഒരു പ്രതിഭാസം തന്നെയാണ്. കടൽക്കരയിൽ കടലയും കുറിച്ച് ഇങ്ങനെ നോക്കിയിരിക്കാൻ ആഗ്രഹമില്ലാത്ത മനുഷ്യരുണ്ടോ? ഈ ബീച്ച് കേരളത്തിലെ കോവളം ബീച്ച് പോലെ മനുഷ്യന്മാർക്ക് കുളിക്കുവാൻ അത്ര ഒരു ഫ്രണ്ട്ലി അല്ല എന്നാണ് തോന്നുന്നത്. അപായ ബോർഡുകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടതായിട്ടുള്ള ബോർഡാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കടലിൽ പോയവരെ രക്ഷിക്കാൻ ഒരു റെസ്ക്യൂ ടീമൊക്കെ ഇവിടെ സജ്ജമാണ്. സൂര്യൻ സായാഹ്നത്തിലേക്ക് അന്തിയുറങ്ങാൻ പോവുകയാണ്. ഇവിടെ വിസിറ്റേഴ്സിന് സൗകര്യമുള്ള ഒരുപാട് പാർലറുകളുണ്ട്. ഐസ്ക്രീം പാർലർ, ഫ്രഷ് വാട്ടർ ബാത്ത്, ടീ ഷോപ്പ് തുടങ്ങി ഒരുപാട് ഫെസിലിറ്റീസുകളുണ്ട് ഇവിടെ. ഈ സമയത്ത് നമ്മുടെ കുടുംബക്കാർ കുറച്ചാളുകൾ കൂടി നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. മരുമകൻ്റെ അച്ഛൻ, അമ്മ, പെങ്ങൾ, അതേപോലെ തന്നെ എൻ്റെ പെങ്ങളുടെ പേരക്കുട്ടി തുടങ്ങിയവർ. അതിലൊരാളായ എൻ്റെ പെങ്ങളുടെ പേരക്കുട്ടിക്ക് ഹോഴ്സ് റൈഡ് ചെയ്യണമെന്നൊരു ആഗ്രഹം. പിന്നീട് ഞങ്ങൾ അവരോടൊപ്പം ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അങ്ങനെ ലൈറ്റ് ഇല്ലെങ്കിലും ഉള്ള അരണ്ട വെളിച്ചത്തിൽ ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് നടത്തി.